അങ്ങോട്ട് നോക്കടാ. സൂപ്പർ ഫിഗർ. ഒന്നും മിണ്ടാതിരിക്കടാ, നമുക്ക് വളച്ചെടുക്കാം. ഇത് കുടുംബത്തിൽ പറഞ്ഞ പെണ്ണാന്നാണല്ലോ തോന്നണേ. രാത്രി 12 മണിക്ക് കറങ്ങി അടിച്ച് നടക്കുന്നവളാണോടാ കുടുംബത്തിൽ പറഞ്ഞോള്? അപ്പൊ ഇത് മറ്റേ കേസാണ്. അത് തന്നെടാ, ഇതുപോലെ എത്രയോ എണ്ണത്തിനെ നമ്മൾ കണ്ടിരിക്കുന്നടാ. നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ റേറ്റ് എത്രന്ന് പറഞ്ഞിട്ട് കാര്യം കഴിഞ്ഞിട്ട് പോവാൻ നോക്ക്. വെറുതെ എന്റെ അടുത്ത് കളിക്കണ്ട. കളിച്ചാ നീ എന്ത് ചെയ്യോടി? ആരോട് കംപ്ലൈന്റ് ചെയ്യണമെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. നീ ആരടുത്ത് പറയുന്ന? കമ്മീഷൻ എടുത്ത് പറയോ? കളക്ടറോട് പറയോ? കാലിയോട് പറയും. കാലിയോടോ? കാലി നീയോട്ട് എന്താ ബന്ധം? ഞാൻ കാലിയുടെ ലവറാ. ഇത് ആദ്യമേ പറഞ്ഞ പോരായിരുന്നു, അറിയാതെ പറ്റിപ്പോയതാ. എന്തുവാടെ നീ പാട്ട വണ്ടി പണിഞ്ഞോണ്ടിരിക്കുന്നേ? മാമ പോവാം. വേണ്ട കാലി, ഞങ്ങള് രണ്ടുപേരും കൂടെ നടന്നങ്ങ് പൊക്കോളാം. നീ കാറിൽ വാ. ഇന്നെന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട. എനിക്ക് എന്തിന്റെ കുറവുണ്ടായിട്ട് നീ അവളുടെ പുറകെ പോയത്? നീ എന്നോട് കള്ളം പറയുന്നോ? നടന്ന സംഭവങ്ങളൊക്കെ ശരിക്കും ഞാൻ അറിഞ്ഞിട്ടാ വരുന്നേ. ഇവിടെയുള്ള ഏതോ ഒരുത്തിയുമായി നീ ഇഷ്ടത്തിലാണെന്ന് ഈ നാട്ടിലുള്ളവരൊക്കെ പറയുന്നുണ്ടല്ലോ. അതെ, പറഞ്ഞാലും ഇത്ര തെറ്റ്. ഈ ഏരിയയിലുള്ള 6 വയസ്സുകാരിക്കും അതുപോലെ 60 വയസ്സുകാരിക്കും എന്നെ ഇഷ്ടാവും. ഇവിടെയുള്ള അമ്മച്ചിമാർക്കൊക്കെ നിന്നെ ഇഷ്ടമായിക്കോട്ടെ. നിനക്കൊരു ചെറുപ്പക്കാരി ലവർ ഉണ്ടെന്നാണല്ലോ ഞാൻ ഇവിടെ കേട്ടത്. ലവറാ? അങ്ങനൊരു വാർത്ത കേട്ടപ്പോഴേ എന്റെ ചങ്കാകെ തകർന്നു പോയി. അയ്യേ, നേരിട്. എന്റെ പിന്നാലെ നടക്കണം നിന്നെ പോലും ഞാൻ പ്രേമിക്കുന്നില്ല. പിന്നെയാണ് എനിക്ക് അറിയാത്ത ഏതോ ഒരുത്തിയെ. നിന്റെ ഈ തരികിട പരിപാടിയൊന്നും എന്റെ അടുത്ത് ഇറക്കല്ലേ. ഞാനൊരു പോലീസുകാരിയാ, തെളിവില്ലാതെ ഞാൻ സംസാരിക്കില്ലേ. ഏയ്, നിന്നോട് അവൾ എന്താ പറഞ്ഞേ? അതിങ്ങോട്ട് പറഞ്ഞേ. അതെ അണ്ണാ, രാത്രി വഴി വെച്ച് കണ്ടപ്പോ ആരാണെന്ന് ചോദിച്ചു. അപ്പൊ പറയാ അണ്ണന്റെ ലവറാന്ന്. വീട് വരെ കൊണ്ട് വിടട്ടെന്ന് ചോദിച്ചായിരുന്നു. അപ്പൊ പറയാ വേണ്ടാന്ന്. അണ്ണാ നല്ല സുന്ദരിയാ, അണ്ണന് നന്നായിട്ട് ചേരും. എന്നാ പിന്നെ അതിനെ അങ്ങ് ആലോചിച്ചുകൂടെ? ചോവിട്ടിനെ ഇതൊക്കെ നിന്നോട് ചോദിച്ചോടാ. ഇപ്പൊ എന്താ പറയാനുള്ളത്? നിനക്ക് പെണ്ണെ ശരിക്കും അറിയാലോ. അറിയണ്ണ, റൗഡിത്തരം കാണിച്ചത് അവന്മാരാ. എന്നിട്ട് എന്നെ എന്തിനാ കെട്ടിയിടുന്നത്? നമ്മളോടൊന്നും ചോദിക്കണ്ട. MLA ആൾക്കാരല്ലേ കൈവച്ചേ. കാര്യം കുറച്ച് സീരിയസാ. തന്നെ ചോദ്യം ചെയ്യാനേ മോളിൽ നിന്ന് വലിയ ഓഫീസറാ വരുന്നേ. അതേത് ഓഫീസറാ? നിനക്ക് എത്ര അഹങ്കാരം വരുന്നിട്ടാ നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? അവരടിച്ചതുകൊണ്ടാ ഞാൻ തിരിച്ചടിച്ചത്. ഏയ്, നീ ആരെ അടിച്ച എനിക്കെന്താ? ഞാൻ ആ കാര്യമല്ല ചോദിച്ചത്. അന്ന് നിന്നോട് ഞാനൊരു കിസ് ചോദിച്ചപ്പോ നീ എന്താ എന്നോട് ചെയ്തത്? എന്നോട് കണ്ണടച്ച് നിൽക്കാൻ പറഞ്ഞിട്ട് പറ്റിച്ചിട്ട് പോയി അല്ലേ? ഇപ്പൊ ഒന്നോടി കാണിച്ച മോനെ. അന്ന് എനിക്ക് നീ തരാതെ പോയ മുത്തമുണ്ടല്ലോ, ഇന്നിപ്പൊ ഞാനേ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ശരി, കൊടുക്ക്. ഇതിൽ അഡ്രസ് എഴുതിയിട്ട് 1000 രൂപ അഡ്വാൻസ് തന്നേക്ക്. 600 പോരെ? ഓളോ സാരമല്ല. ആ, വൺ സെക്കൻഡ്. നമ്മളൊന്ന് വിചാരിക്കും, ദൈവം വേറൊന്ന് വിചാരിക്കും. തൻ്റെ നാട് എവിടെയോടോ? മഞ്ചേരി. അവിടെ ഒന്നും ലോഡ്ജില്ലേ? എന്തിനാ ഇവിടെ വന്നെടുത്തേ? ശരി ശരി, സ്റ്റേഷനിലേക്ക് സാർ, പോവാം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. ഞങ്ങൾ പഠിക്കാൻ വേണ്ടി വന്നതാ. ആ, ഇതാര് ഭാര്യയാണോ? ഇല്ല സാർ, എൻ്റെ ഫ്രണ്ടാ. ഫ്രണ്ടാ? ആ ഫ്രണ്ടിനോട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യണം. നടക്കടാ. ഞാൻ പറയുന്നത് കേൾക്കും സാർ. ഒന്നും പറയണ്ട നീ. ഞാൻ പഠിക്കാൻ വേണ്ടി വന്നതാ. പഠിക്കാൻ വേണ്ടിയാ? ഞങ്ങൾ പഠിക്കാൻ വേണ്ടി വന്നതാ സാർ. നടക്കടാ. എന്തിനാ നിന്നെ അടിച്ചെന്ന് മനസ്സിലായോ? അവരെ അടിക്കാൻ പറ്റാത്തോണ്ടാ. ഫ്രഷ് ആണല്ലോ. ഈ തൊഴിലില് നീ പുതിയാണെന്ന് തോന്നല്ലോ. സാർ, ഞങ്ങൾ എക്സാം എഴുതാൻ വേണ്ടി വന്നതാ. ഈ തൊഴിലിനൊക്കെ ഇപ്പൊ എക്സാം ഒക്കെ ഉണ്ടോടാ?
സാർ നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുക. ആഹാ, ഞാൻ തെറ്റിദ്ധരിക്കുകയാണെന്നല്ലേ? നീ എക്സാമിന് വന്നെന്ന് പറയും, ഞാനത് വിശ്വസിക്കണം. കാരണം മണിമണി പോലെ പറയടാ. ഒരു നിമിഷം സാർ. സാർ ശരിക്കും ഞങ്ങൾ എക്സാം എഴുതാൻ വേണ്ടി വന്നതാ. ഞങ്ങളെ വിശ്വസിക്കൂ സാർ. 1 സെക്കൻഡ്. സാർ ഇത് നോക്കൂ, ഹോൾ ടിക്കറ്റ്. എക്സാം എഴുതാൻ തന്നെയാണല്ലേ? അതെ സാർ. IAS. അതെ. എനിക്കിട്ട് പണി തരാൻ വന്നെന്ന് പറയടാ. ഇതുപോലത്തെ ഹോൾ ടിക്കറ്റ് നിനക്ക് എത്ര എണ്ണം വേണോടാ? തൂക്കി സെല്ലിടവനെ. എനിക്കറിയാം നീ അങ്ങനത്തെ ഒരു പെണ്ണൊന്നുമല്ലെന്ന്. നീ ചെറുതായിട്ടൊന്ന് കോപ്പറേറ്റ് ചെയ്താ നിന്നെ വിട്ടേക്കാം. എന്റെ വീട്ടിൽ നിന്ന് ഞാൻ തന്നെ നിന്നെ എക്സാം സെന്ററിൽ ഡ്രോപ്പ് ചെയ്യാം. പറ്റുന്നില്ലടി. ഫോട്ടോഗ്രാഫറോട് വരാൻ പറയടാ. ഇവളുമാരോടൊപ്പം ഇവളെയും ചേർത്ത് ഫോട്ടോ എടുക്കടാ. എന്നിട്ട് പത്രത്തില് പബ്ലിഷ് ചെയ്യണം. ഇവളൊക്കെ സമൂഹത്തിന്റെ മുമ്പിൽ നാണം കെടണം. വ്യഭിചാര കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സൂര്യ, ജ്യോതി ഇരുവരെയും IAS എക്സാം എഴുതുന്നതിന് വേണ്ടിയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടതിനാൽ അവർ രണ്ടുപേരെയും ഈ കോടതി നിരപരാധികളെന്ന് കണ്ട് വെറുതെ വിടും. അന്യായമായി അവരുടെ മേൽ കുറ്റം ചുമത്തിയും അവരെ തടങ്കലിൽ വെച്ച് മർദ്ദിച്ചതിനും ഈ വ്യക്തികളെ ശാരീരികവും മാനസികവുമായി പീഡിപ്പിച്ചതിനും സർക്കിൾ ഇൻസ്പെക്ടർ കതിരവനെ സസ്പെൻഡ് ചെയ്യുവാൻ കോടതി ഉത്തരവിട്ടു. നീതി നിർവഹിക്കാത്ത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇതൊരു താക്കീതായിരിക്കട്ടെ. ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത്, പൊയ്ക്കോണം. പേപ്പറിലെ ഫോട്ടോ കണ്ടിട്ടേ ഇനി നിന്നെ ഇവിടെ താമസിപ്പിച്ച ഈ നാട്ടിലുള്ളവരെല്ലാം എന്നെ കാറി തുപ്പും. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആന്റി. ജ്യോതി വാ, എൻ്റെ വീട്ടിൽ പോവാം. ഇത് നോക്ക് ജ്യോതി, സംഭവിച്ചതോർത്ത് വിഷമിക്കണ്ട. ഇനി മുന്നോട്ടുള്ള കാര്യം എന്താണെന്ന് നോക്കാം. ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് ബന്ധങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത്. ചിറ്റമോളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കണ്ട. നിനക്ക് ആരുമില്ലെന്ന് വിചാരിക്കണ്ട മോളെ, ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ധൈര്യമായിരിക്കും. ഇന്നു മുതൽ നീ ഞങ്ങളുടെ വീട്ടിലെ പെൺകുട്ടിയാണ് മോളെ. അന്ന് മുതൽ ഞാൻ സൂര്യയുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അവൻ്റെ അച്ഛനും അമ്മയും
എന്നെ ആ കുടുംബത്തിലൊരു അംഗത്തെ പോലെയാ കണ്ടത്. ജ്യോതി, ഈ ആപ്ലിക്കേഷൻ ഫില്ലപ്പ് ഓ 1 മൈൽ ദൂരം വരെ ക്യൂ ആയിരുന്നു. നിന്ന് എന്റെ ബോധം പോയെന്നാ തോന്നിയത്. എന്തായാലും കിട്ടി. ഇതെന്താ, ഇതൊരു ആപ്ലിക്കേഷൻ അല്ലേ ഉള്ളൂ? ഒരു വീട്ടിൽ ഒരു കളക്ടർ പോരെ? സൂര്യ, ചുമ്മാ ജോക്ക് അടിക്കല്ലേ. ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞത്. നീ ജോക്ക് പറഞ്ഞാലും സീരിയസ് ആയിട്ട് പറഞ്ഞാലും ആപ്ലിക്കേഷൻ വേണമെങ്കിൽ 2 എണ്ണം വാങ്ങിക്കാം. എന്നാ ഒരാൾക്ക് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ തന്നെ അച്ഛൻ്റെ വരുമാനം വീട്ടു ചെലവിന് തന്നെ തികയുന്നില്ല. പഠിക്കാൻ വേണ്ടി അച്ഛനെടുത്ത ലോൺ എമൗണ്ടിൽ 2 പേർക്ക് പഠിക്കാനുള്ള തുകയുണ്ടാവില്ല. അതുകൊണ്ടാണ് നിനക്ക് മാത്രം ആപ്ലിക്കേഷൻ വാങ്ങിയത്. ആ ഒരാള് നിനക്കായിക്കൂടെ സൂര്യ? ഞാൻ പഠിച്ച അതെൻ്റെ സ്വാർത്ഥത. അത് നീ പഠിച്ച നീ വീട്ടിൽ വന്നതിൽ ഒരർത്ഥം ഉണ്ടാവും. സോ നീ പഠിക്കുന്നു, ഞാൻ ജോലി ചെയ്യുന്നു. ഓക്കെ? എന്നാലും ഒരു IAS കാരനാവാൻ വേണ്ടി നീ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ? അതെ, ആഗ്രഹിച്ചു. ഒരർത്ഥത്തിൽ നീ IAS ആയ ഞാനും IAS അല്ലേ? ഞാൻ IAS ആയ എൻ്റെ പേരിനോടൊപ്പം സൂര്യ IAS എന്നല്ലേ ബോഡി ചേർക്കുള്ളൂ. ആ സ്ഥാനത്ത് നീയാണെങ്കിൽ ജ്യോതി സൂര്യ IAS എന്ന് 2 പേരുടെയും പേരിൻ്റെ ഒപ്പം ചേർക്കില്ലേ? അപ്പോൾ നീ IAS, ഞാനും IAS. ജ്യോതി, ലക്ഷ്യത്തിൽ മാത്രമല്ല നിന്റെ ജീവിതത്തിലും പങ്കാളിയാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഏയ്, എന്താ അലമ്പ് വേഷത്? ഞാൻ ഈ വേഷത്തിൽ വന്നാ നിനക്ക് എന്നോട് ഇഷ്ടം ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഈ കോപ്രായം കാണിച്ചു വന്നാൽ നിന്നെ എനിക്ക് ഇഷ്ടാവുന്ന നിന്നോട് ഏത് പ്രാന്തനാ പറഞ്ഞത്? അയ്യോ ചീറ്റി പോയി. അതാരെങ്കിലും ആവട്ടെ, എപ്പോഴെങ്കിലും എന്നോട് ഐ ലവ് യു എന്ന് പറയടാ. ലവോ? നിന്നെ ലവ് ചെയ്യണമെന്ന് എനിക്ക് ഇതുവരെ മനസ്സിൽ പോലും തോന്നിയിട്ടില്ല. എടി, സ്നേഹം എന്ന് പറഞ്ഞ മനസ്സിൽ നിന്ന് വരണ്ടേ, അല്ലാതെ ശരീരം കണ്ടിട്ടല്ല. ഈ കോപ്രായൊക്കെ വലിച്ചൂരി കളഞ്ഞിട്ട് ആ യൂണിഫോം എടുത്തിടാൻ നോക്ക്. അതെ, ഇങ്ങനെ ഭദ്രകാളിയെ പോലെ തുറച്ചു നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. അവൻ ഇഷ്ടപ്പെടുന്ന വസ്ത്രം ഇട്ടുകൊണ്ട് പോവാ, അല്ല നാട്ടുകാരെ കാണിക്കാൻ വന്നിട്ട് കാര്യമില്ല. ഇത് കണ്ടിട്ട് എനിക്ക് എണ്ടി പോവരുത്. പ്രേമം എന്തെന്നറിയാത്ത നിന്നോടൊക്കെ വന്ന് ചോദിച്ച് എന്നെ തന്നെ പറഞ്ഞ മതിയല്ലോ. അതെ, തെറ്റിദ്ധരിക്കരുത്. ആ കാലി എങ്ങനെയെങ്കിലും നിന്റെ വഴിക്ക് കൊണ്ടുവരണം അല്ലേ? ഒരു ക്വാർട്ടർ ഓക്കെ ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും ശരിയാവും. ഒരു ഐഡിയയും വേണ്ട. എനിക്ക് എന്റെ യൂണിഫോം തന്നെയാ നല്ലതെന്ന് കാലി പറഞ്ഞല്ലോ. അവനെ എങ്ങനെ എന്റെ വഴിക്ക് കൊണ്ടുവരണമെന്ന് എനിക്കറിയാം. എന്താ മാമ ഇത്? ഓസിനൊരു ക്വാർട്ടർ കിട്ടുമെന്ന് വിചാരിച്ചപ്പോ അതും ചീറ്റി.